നമസ്കാരം, ഞാൻ വേണു പെരുകാവ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പോണ്ടിച്ചേരിയിലെ പ്രശസ്തമായ ഒരു ബീച്ചായ റോക്ക് ബീച്ചിൻ്റെ എൻട്രിയിലാണ്. അകത്തോട്ടുള്ള കാഴ്ചകൾ നമുക്ക് തുടർന്ന് കാണാം. റോക്ക് ബീച്ചിൻ്റെ പ്രധാന എൻട്രൻസ് ആണിവിടെ. തുടക്കത്തിൽ തന്നെ റോക്ക് ബീച്ച് എന്ന് പറഞ്ഞതുപോലെ റോക്കിൽ തന്നെ വലിയ ഉയരങ്ങളായിട്ടുള്ള സ്തംഭങ്ങൾ ഇവിടെ ചെയ്ത് ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഒരു 4-5-6 എണ്ണമോളം വരും. അതൊക്കെ ചെറിയ ശില്പങ്ങൾ കൊത്തി വച്ചിരിക്കുകയാണ്. ഇതെല്ലാം പാറയിലുള്ള ശില്പങ്ങളാണ്. ഒരു ഫൗണ്ടനാണ്, മനോഹരമായൊരു ഫൗണ്ടനാണ്. വെള്ളമൊന്നുമില്ല. അത് കഴിഞ്ഞ് കാണാൻ സാധിക്കുന്ന ഒരു വലിയൊരു ശില്പമാണ്. റോക്ക് ബീച്ചിൻ്റെ എൻട്രിയിലുള്ള ഒരു ശില്പമാണ്. അതിൽ മനോഹരങ്ങളായ കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുള്ള ഒരു ശില്പം, മണലോയരം കൂടി ഒരു ശില്പം, മണലോയരമുണ്ട്. അതുപോലെ തന്നെ ഒരു 4-5 എണ്ണം തന്നെ എൻട്രൻസിൽ തന്നെ നിൽപ്പുണ്ട്. ചുറ്റുവട്ടത്തിലൊക്കെ കച്ചവടക്കാരൊക്കെ ഒരുപാട് പേര് സജീവമായി കച്ചവടങ്ങളൊക്കെ ഇങ്ങനെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ആൽമരം നിൽപ്പുണ്ട്. ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ പറ്റിയ ഒരു ആൽമരമാണ്. കച്ചവടക്കാരും കാഴ്ചക്കാരും ഒക്കെ അങ്ങനെ ഗംഭീരമായിട്ട് അവിടെ നിൽക്കുകയാണ്. അതൊരു ചെറിയൊരു മാർക്കറ്റ് ഏരിയയാണ്. അങ്ങോട്ട് ഫുഡ് കോർട്ടും ഒക്കെ അടിച്ചിട്ടുള്ളൊരു ഏരിയയാണ്. കയറുന്ന കവാടത്തിന് തൊട്ട് മുമ്പിൽ തന്നെ നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു സ്റ്റാച്ചു പുനരുദ്ധാരണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സൈഡിൽ കാണുന്ന ഒരു വലിയൊരു വാച്ചിങ് ടവറാണ്. വിപുലമായൊരു വാച്ചിങ് ടവറാണ്. വളരെ വലിയൊരു സ്ക്വയറാണ് ഈ സംഭവം. വളരെ വലിയൊരു സ്ക്വയറാണിതിവിടെ. നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ കാണുമ്പോൾ പോലെ വലിയൊരു സ്ക്വയറായിട്ട് നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്റ്റാച്ചു അവിടെ ഇറക്കുന്നു. വലിയൊരു ഏരിയ തന്നെ ഇവിടെ ഉണ്ട്. മൊത്തം കരിങ്കല്ലുകളാണ് ഭൂരിഭാഗവും നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. അവിടെ ഒരു പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അവിടെ നമ്മുടെ ഇന്ത്യയുടെ മഹത് പ്രതിഭയായ നമ്മുടെ പ്രിയപ്പെട്ട മഹാത്മാഗാന്ധിയുടെ വളരെ വലിയൊരു ശില്പം കരിങ്കല്ലിൽ തീർത്ത് നിർമ്മിച്ചിരിക്കുകയാണ്. ബീച്ച് സന്ദർശിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് സജീവ് കുമാറാണ് നമ്മളൊപ്പം പങ്കുചേരുകയാണ്. അപ്പുറത്തൊരു അടിപൊളിയായ ഡാൻസും പാട്ടും വെക്കണം. നമ്മൾ അങ്ങോട്ട് പോയി പാട്ട് ഡാൻസ് പാട്ട് കേട്ടല്ലോ. ഇവിടെ എന്തോ ഫെസ്റ്റിവലിൻ്റെ എന്തോ സംഭവം, ആഘോഷ പരിപാടികൾക്ക് ഒരു പന്തലൊക്കെ ഇട്ടിരിക്കുകയാണ്. എന്തോ പരിപാടികൾ നടക്കാൻ പോവുകയാണെന്ന് അറിയാൻ സാധിച്ചത്. തൊട്ടപ്പുറത്ത് പാട്ടൊക്കെ നമ്മൾ അങ്ങോട്ട് പോയി കേൾക്കാം, പാട്ട് വിശദമായി കേൾക്കാം. ആൾക്കാരൊക്കെ അത് ഉച്ച സമയമാവുന്നുണ്ട്. 12:30 മണി കഴിയുന്നെങ്കിലും ആൾക്കാർ തിരക്കിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വൈകിട്ടൊക്കെ അടിപൊളിയായിരിക്കും തോന്നുന്നു. പൊങ്കലിൻ്റെ ആഘോഷവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു കൾച്ചറൽ പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഒരു ചെസ് ടൂർണമെൻറ്റ് നടക്കുമെന്നാണ് ഇവിടെ സംഘാടക സമിതി അറിയിക്കുന്നത്. പാട്ടുകളൊക്കെ പാടുന്നുണ്ട്. നമ്മളത് ഹോൾഡ് ചെയ്ത് കാണുകയാണ്. जनगणमन अतिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलति तरंगा तव शुभ नामे जाहे तव शुभाशिष माहे गाहे तव जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे പൊങ്കലിൻ്റെ ആഘോഷ പരിപാടികളുടെ സമാപനത്തിലാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ അവസാനം എത്തിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ തന്നെ ദേശീയ ഗാനം പാടി തീർന്ന അതിലാണ് നമ്മൾ എത്തിയത്. അതൊക്കെ പ്രോഗ്രാമുള്ള ഒരുപാട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും കറങ്ങി റോക്ക് ബീച്ചിൻ്റെ പ്രധാന എൻട്രൻസ് കാണുമെന്ന് പറയുന്നത് റോക്ക് ബീച്ചിൻ്റെ റോക്കിൽ തീർത്ത
വലിയ ഒരു സ്തംഭങ്ങളായിട്ട് കരിങ്കൽ തൊട്ട് മഹാത്മാഗാന്ധി വലിയ സ്റ്റാച്ചുണ്ട്. കറങ്ങി വരുമ്പോൾ ഒരുപാട് പേര് റോക്ക് ബീച്ച് കാണാൻ വേണ്ടി പലരും പല രീതികളൊക്കെ നോക്കുന്നുണ്ട്. പാട്ടൊക്കെ കേട്ട് റെസ്റ്റ് നിൽക്കുന്ന രീതിയാണ്. റോക്ക് ബീച്ചിൻ്റെ കാരണം വരാൻ തന്നെ പ്രധാന കാരണം കരയിൽ മൊത്തം പാറകൾ കൊണ്ട് നിർമ്മിതമായിരിക്കുന്നു. അതുകൊണ്ടാണ് റോക്ക് ബീച്ച് വരാൻ കാരണമെന്ന് നമുക്കറിയാൻ സാധിക്കും. അങ്ങോട്ട് നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് അങ്ങോട്ട് പോകാം. അവിടെ മണലിന് പകരം റോക്കാണ് ഫുൾ നിരനിരയായി നിരത്തിയിട്ടിരിക്കുന്നത്. ഫ്രണ്ടിലോട്ട് അതിൻ്റെ ക്ലോസിൽ നമുക്ക് കാണാൻ പറ്റും. ഫ്രണ്ടിലോട്ട് വന്ന ക്ലോസിൽ കാണാം. ഇവിടെ ഒന്നും മണൽ ഇല്ലാത്തതാണ് മറ്റൊരു സവിശേഷത. ഫുൾ കരിങ്കല്ലാണ്, കറുത്ത കരിങ്കല്ല്. അത് നമുക്ക് കൈക്ക് നോക്കിയാൽ കാണാൻ പറ്റും. കരിങ്കല്ലാണ് മൊത്തമായി കൈക്ക് നോക്കാൻ അറിയാൻ പറ്റും. കരിങ്കല്ല് അവിടെയൊക്കെ ആൾക്കാർ ഇതിൻ്റെ അതിർത്തി പ്രദേശങ്ങൾ മൊത്തത്തിൽ കരിങ്കല്ലാണ് ശരിക്കും ചെയ്യുന്നത്. പല ആൾക്കാരും നട്ടുച്ചയായിട്ട് പോലും പലരും ഇത് ഒരു വെയിലിൻ്റെ ആ ഒരു ഫീൽ ഇല്ലാതിരിക്കുകയാണ്. വളരെ ഒരു വൈകിട്ട് 5 മണിയൊക്കെ ആയ ഒരു ഫീലുണ്ട്. വളരെ വെയിലൊക്കെ താഴ്ന്നുള്ള ശാന്തമായിരിക്കുന്നു. നമ്മോടൊപ്പം സഞ്ചരിച്ച പല യാത്രക്കാരും പല കാഴ്ചകളും കണ്ടത് അടുത്തിവിടെ റോക്ക് ബീച്ചിലെത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്ത് നമ്മുടെ സജികുമാർ അണ്ണൻ, അതുപോലെ ചേർന്ന് വിശാഖ് സാർ പല യാത്രകളോട് വിശാഖ് സാർ പലരും പല ആക്ടിവിറ്റീസിലൊക്കെ നിർത്തിയാണ്. പിന്നെ നമ്മളോടൊപ്പം എത്തിയ ബഹുമാനപ്പെട്ട വിനോദ് എവിടെയോ ഉണ്ട്. അദ്ദേഹം ഏതോ മരച്ചൂട്ടിൽ മാങ്ങ നോക്കി നിൽക്കുന്നതാണ് എനിക്കറിയാൻ സാധിച്ചത്. ക്യാമറ അടിച്ച് സഹായിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് വിഷ്ണുവാണ്. റോക്ക് ബീച്ചിൽ നിന്ന് സ്നേഹപൂർവ്വം ക്യാമറാമാൻ വിഷ്ണുവിനോടൊപ്പം വേണു പെരുകാവ്.